ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ദുരന്തർ പാർട്ട് 2 ടീസർ വന്നിട്ടുണ്ട്. പാർട്ട് 1 പറ്റി കൂടുതലൊന്നും പറയണ്ട. നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ, അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രം 1000 കോടി വാരിയ സിനിമയാണ്. കണ്ടു നോക്കാം. ബ്രഹ്മാണ്ഡ പടത്തിന്റെ ടീസർ സെക്കൻഡ് പാർട്ട് എന്തോന്നാവും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട്. കണ്ടു നോക്കാം. സ്റ്റുഡിയോസ് എല്ലാരും സ്വാഗതം. പിന്നെ താളത്തിന് വെട്ടണം. ഇതിലെ സ്വാഗമില്ലാത്ത ആരുമില്ല, എല്ലാം തോക്കുന്നത്. ദുരന്തർ ദ റിവെഞ്ച്. ലോകേഷ വിഷയം മലയാളമാണ് നമ്മൾ കണ്ടത്. ഹിന്ദി കൂടെ കണ്ടു നോക്കാം. കുറവുണ്ട്. അല്ല, ലാസ്റ്റ് ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്നാലും ആ ഒരു പവർ കിട്ടണമെങ്കിലേ ഹിന്ദി കൂടെ കാണണം. ഇത് തന്നെയല്ലേ സീന്. ചാടി അടിയിരിക്കുന്നു. ഒരു ഇതാണ് നമുക്ക് കേൾക്കുന്നത്. ഇതല്ലേ അതിന്റെ ഇമ്പാക്ട് കിട്ടിയത്. പിന്നല്ലേ മലയാളം കൊള്ളാം, എന്നാലും പുതിയ ഇന്ത്യയാണ്. ഹിന്ദിക്കില്ല. അപ്പം ഇന്ത്യയാണ്. ഇപ്പം നമുക്ക് പറയാന്ന് വെച്ചാ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇതിനകത്ത് സീനുകളൊക്കെ മറ്റേ ഫസ്റ്റ് പാർട്ടിന്റെ അതന്നെ കുറെ ഇതിനകത്ത് ഏറ്റവും അവസരം കുറെ ഭാഗം ഇട്ടേക്കണത് പുതിയതിന്റെ. പിന്നെ ഫസ്റ്റ് പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽ സ്റ്റോറിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഇങ്ങനെ കുറെ പേര് പാകിസ്ഥാനിൽ പോയി നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സുഖമായിട്ട് നിൽക്കണത് റിയൽ ആയിട്ട് ഇതൊക്കെ അനുഭവിച്ച ഒരു അവസ്ഥ. ഏത് അവസ്ഥയായി ഇപ്പൊ. അഥവാ അവര് സ്പൈ ആണെന്ന് പറഞ്ഞ് പിടിച്ചാല് ടോർച്ചറിന്റെ അങ്ങേയറ്റം ചെയ്യും. ഇതിനകത്ത് കുറച്ച് ഭാഗം കാണിക്കണുണ്ട്. അറിയാം ഓരോന്ന് കേട്ടിട്ടുണ്ട്. ടോർച്ചറിന്റെ അങ്ങേയറ്റം ചെയ്യും. ഇത് പറഞ്ഞപ്പോഴാണ് പണ്ട് നിനക്ക് ഓർമ്മയുണ്ട്, തുപ്പാക്കി സിനിമയല്ലേ, വിജയ് ഒരു സാധനം പറയും, അവനെ പിടിച്ചിട്ട് അവന്റെ മലദൂരത്തിൽ പിറ്റേ ദിവസം അവന്റെ അനിയ ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്തു. സാധനം വിരല്, അതിന്റെ തുപ്പാക്കി തന്നെ വിരല് മുറിക്കണ കാണിക്കാനുണ്ട്. അല്ല, ഇതിനകത്ത് ഫസ്റ്റിൽ കാണിക്കാനുണ്ടല്ലോ കുറെ ഭാഗം, മറ്റേ വള്ളി വെച്ച് തൂക്കി എടുക്കണത്. സെക്കൻഡ് പാർട്ടിന് എന്താന്നൊക്കെ ആവുമെന്ന് പറയാൻ പറ്റൂല. ഫസ്റ്റില് പിന്നെ വയലൻസ് ഒരുപാടൊന്നുമില്ല. കുറച്ചുകൂടെ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, ഒരു ബ്ലാസ്റ്റ് ആണ് പടം. വലിയ പിന്നെ സഞ്ജയ് ദത്തിന്റെ ഒക്കെ ഇപ്പൊ നമ്മള് ഫസ്റ്റില് സഞ്ജയത്തിന്റെ ഇൻട്രോ ഉണ്ട്. ഇൻട്രോയിൽ തന്നെ മറ്റൊരു പാട്ടൊക്കെ ഇട്ട് കൂളായിട്ട് വന്ന് വെടിവെച്ച് വന്ന് പോകുന്നു. അല്ല, അപ്പൊ അടാ റിയൽ ആള്
ആള് ഏകദേശം ഈ സഞ്ജയ് ദത്തും ആ റിയൽ ആളൊക്കെ ഒരേപോലെ ഇതാണ് നമ്മൾ നോക്കുമ്പോ റിയൽ ആള് ഇയാളെക്കാട്ടി മാസാണ് ചില വീഡിയോസിൽ ഇരിക്കണം സിഗരറ്റ് ഒക്കെ വലിച്ച്. റിയലില് BGM ഇല്ലെന്നേ ഉള്ളൂ, ഈ പരിപാടി എല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് ഇത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷൻ 1000 കോടി അടിച്ച് ഇന്ത്യയിൽ മാത്രം. അപ്പൊ സെക്കൻഡ് വരുമ്പോഴത്തേക്കും റിവെഞ്ച് വരുമ്പോ എങ്ങനെ കളക്ഷൻ എങ്ങനെയായിരിക്കും? അതാണ് മിക്കവാറും ഈ ഒരു 1500 എന്തായാലും ക്രോസ് ചെയ്യും. മേക്കിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. ആലോചിച്ചോ, 3 മണിക്കൂർ സിനിമ, 3 മണിക്കൂർ സിനിമ ഒരു ലാഗ് പോലും ഇല്ലാതെ ഒരു ഭാഗത്ത് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നൂല. അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് എടുത്തേക്കണത്. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അതിനെക്കാട്ടി കൂടുതൽ അറിഞ്ഞ് ചെയ്യും. അത് പിന്നെ കളക്ഷൻ അതുപോലെ വരും. അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒരുമിച്ചായിരിക്കുമല്ലോ ഷൂട്ട് ചെയ്തത്, മിക്കവാറും അങ്ങനെ ആയിരിക്കും. ഇത് ഭയങ്കര സ്പീഡിനല്ലേ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തത്. ശരിയാണ്. അപ്പൊ ഒരുമിച്ചായിരിക്കും ഇതിന്റെ വർക്കുകളെല്ലാം ചെയ്തത്. അവര് 2 ഇതായിട്ട് കഥ ഫുള്ളായിട്ട് 3 മണിക്കൂറിലും നിർത്താൻ പറ്റാത്തോണ്ടായിരിക്കും 2 പാർട്ടാക്കി കട്ട് ചെയ്തത്. എന്തോ അത് അറിഞ്ഞൂടാ, അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എല്ലാം സ്പീഡിന് നടന്നു എന്തായാലും. സാധാരണ ഇപ്പൊ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത് ചിലപ്പം 2028 ഒക്കെ ആയിരിക്കാൻ വരാം. ശരിയാണ്. ഇപ്പൊ OTT റിലീസ് ആവുന്നതിന് മുമ്പേ സെക്കൻഡ് പാർട്ട് അങ്ങ് ഡേറ്റും ടീസർ ഇറക്കി. അതിന്റെ അതാണ് ഞാൻ പറയും. ഇപ്പൊ പണ്ട് അനിമൽ ഇറങ്ങിയ സമയത്ത് അനിമലിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ ഇപ്പൊ ഇനി കുറെ നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോ അതിന്റെ വല്ല വരുന്നത്. പക്ഷെ അത് നോക്കുമ്പോഴത്തേക്ക് ദുരന്തം കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. അപ്പൊ ദുരന്തം ഫസ്റ്റ് ഇറങ്ങി ഇത്ര ഹിറ്റായി സെക്കൻഡ് ഇത് പെട്ടെന്ന് ഇത് ചെയ്യുന്നു. പക്ഷെ ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇത് അടിപൊളി പരിപാടിയാണ്. ഇത് ഇതിന്റെ ഒരു വിജയത്തിൽ നിൽക്കുമ്പോ തന്നെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴേ പിന്നെ ഇത് ദുരന്തർ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് പറയാൻ കുറെ പേര് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പം ഉള്ള കാര്യം ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ സിനിമയാകുമ്പോ കുറെ കാര്യങ്ങൾ അഡീഷണലി കയറ്റേണ്ടി വരും. അതിനിപ്പോ പ്രൊപ്പഗണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റർടൈൻമെന്റ് ഫാക്ടർ സിനിമയ്ക്ക് എപ്പോഴും ഉണ്ട്. അത് തന്നെ സിനിമയായിട്ട് കാണണം. ഇപ്പം ഇതിനകത്തെ ഡയറക്ടർക്ക് ഒരു രാഷ്ട്രീയ ഉണ്ട്, ഒരു ചായ്വുണ്ട്. അത് സിനിമയിൽ സ്വാഭാവികമായിട്ടും കാണിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഇല്ലാത്ത ഒരു കാര്യവും ഇതിനകത്ത് ദുരന്തരെ കാണിച്ചിട്ടില്ല. നടന്ന കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നടന്നത് ഇതിലും ഭീകരമാണ്. നടന്ന കാര്യം മാത്രം വെച്ചാൽ റിയൽ ഇൻസിഡന്റ് കാണിക്കുന്ന എല്ലാം നടന്ന കാര്യങ്ങളാണ്. മറ്റേ പാർലമെന്റ് അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വരുന്നതും അതുപോലെ ഈ ആഴ്ച അവസാനം തന്നെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ പുതിയ ഇന്ത്യയാണ് കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പുതിയ ഗവൺമെന്റ് കയറുകയും, പക്ഷെ നമ്മൾ സിനിമയായിട്ട് തന്നെ കാണണം. ഇല്ലാത്തൊരു കാര്യം അവര് പറഞ്ഞിട്ടില്ലെന്ന് നമുക്ക് തന്നെ പറയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളല്ലേ. നമുക്കിനി ഈ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിന്റെ വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ട് നോക്കാം. അടിപൊളിയായിരിക്കും എന്തായാലും. 10,000-2000 കോടി കളക്ഷനൊക്കെ നേടുമായിരിക്കും. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാൻ. ലൈക്ക് കട്ട്.